എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പവർ സെക്ടറിനെ കുറിച്ചാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മികച്ച മുന്നേറ്റമാണ് നമ്മുടെ പവർ സെക്ടർ കാഴ്ചവെച്ചത്. എന്നിരുന്നാലും ഇനിയും പവർ സ്റ്റോക്കുകൾ നിക്ഷേപത്തിന് പരിഗണിക്കാവുന്നതാണ്. അതിന് കുറച്ച് പോസിറ്റീവ് ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒരു വർഷത്തെ കാലാവധി നോക്കിക്കഴിഞ്ഞാൽ പവർ സെക്ടറിലെ ചില ഓഹരികൾ 200% കൂടുതൽ നേട്ടം കൈവരിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ പോസിറ്റീവ് ഘടകങ്ങൾ എന്ന് വെച്ചാൽ പവർ സെക്ടറിന്റെ വൈദ്യുതി ഉപയോഗം ഇന്ത്യയിൽ കൂടി വരുന്നത് കൊണ്ട് പവർ സെക്ടറിലേക്ക് ഏകദേശം 40 ലക്ഷം കോടിയുടെ നിക്ഷേപകർ ഒഴുകിയെത്താനായിട്ട് പോകുന്നത്. ഇതിൽ ഉൽപാദനത്തിലേക്ക് അതിൻ്റെ 86%, പ്രസരണത്തിലേക്ക് അതിൻ്റെ 10%, സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കാനായിട്ട് 4% വീതം നിക്ഷേപമാണ് വരാൻ പോകുന്നത്. മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ 10 വർഷക്കാലം ഇന്ത്യയുടെ 10 വർഷക്കാലം എടുത്തു കഴിഞ്ഞാൽ ഊർജത്തിൻ്റെ ആവശ്യകത 7% നിരക്കിൽ വളരുമെന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. ഇത് നേരത്തെ നമ്മൾക്ക് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നു, അതിനേക്കാളും മുകളിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വൈദ്യുത വാഹനങ്ങളുടെ പെരുപ്പം, അതുകൂടാതെ ഡാറ്റാ സെന്ററുകളുടെ വർധനം. ഇത് രണ്ടുമാണ് വൈദ്യുതി ഉപയോഗം വിചാരിച്ചതിനേക്കാളും അല്ലെങ്കിൽ നമ്മുടെ ആ എസ്റ്റിമേറ്റ് കണക്കിനേക്കാളും കൂടാനായിട്ട് കാരണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോക്കിയാൽ പവർ ഗ്രിഡിൽ ഏകദേശം 2 ലക്ഷം കോടിയുടെ നിക്ഷേപം വന്നിട്ടുണ്ട്. അത് പവർ സെക്ടറിന്റെ മൊത്തത്തിൽ ഒരു ഉണർവുണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ മാസമാണ് പവർ സെക്ടറിൽ ഒരു അപ്സൈഡ് മൊമെന്റം ഉണ്ടാകുന്നത്. അതായത് BSEയുടെ പവർ സൂചിക കഴിഞ്ഞ 10 വർഷത്തെ ചാർട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രകടനം അല്ലെങ്കിൽ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ഒക്ടോബർ മാസക്കാല അളവിൽ പവർ സ്റ്റോക്കുകൾ പൊതുവെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചതായിട്ട് ചരിത്രം അല്ലെങ്കിൽ ചാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പവർ സെക്ടർ ഏറ്റവും കൂടുതൽ നല്ല ഒരു ഉയർച്ച നേടിയത് 2014 ഒക്ടോബറിൽ. അന്ന് ഏകദേശം 10% മുന്നേറ്റമാണ് പവർ സെക്ടറിൽ കാഴ്ചവെച്ചത്. പക്ഷെ ഏറ്റവും കുറവ് നേട്ടം കാഴ്ചവെച്ചത് 2017 ഒക്ടോബറിലാണ്. അന്ന് ഏകദേശം 6% നേട്ടം കുറിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ ഒരു വർഷം മാത്രമാണ് നഷ്ടം നേരിട്ടത്, അതായത് 2023 മാത്രം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പവർ സെക്ടറിലെ 3 ഓഹരികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് പവർ ഗ്രിഡ് കോർപ്പറേഷൻ, രണ്ടാമത്തെ JSW എനർജി, 3 ടാറ്റ പവർ. ഈ ഓഹരികൾ എന്താണ് സമീപ ഭാവിയിൽ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് ടാറ്റ പവർ ഓഹരിയാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നത് ടാറ്റ പവർ ഓഹരിയുടെ ഒരു ചാർട്ട് വ്യൂ ആണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ കഴിയും, ടാറ്റ പവർ ഏകദേശം ഒരു വർഷക്കാലമായിട്ട് ഒരു കൺസോളിഡേഷൻ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ട്. നമുക്ക് ആ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഏകദേശം ഈ റേഞ്ചിനുള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ആ റേഞ്ചാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഒരു നിക്ഷേപത്തിന് പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ലെവലാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വരാനായിട്ട് സാധ്യത. അതായത് 447, 445 ആ റേഞ്ചിലാണ് നമുക്ക് ഇതിലൊരു SL വെക്കേണ്ട ഒരു ഏരിയ ഉണ്ടാ. ഈ ഏരിയയുടെ SL വെക്കേണ്ട ഒരു ഏരിയ 447, 445. നമുക്ക് ഈ പോസിറ്റീവ് ഘടകങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൽ ടാർഗറ്റ് പറയാൻ പറ്റില്ല. ഇത് എവിടെ വരെ കയറുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അതുകൂടാതെ നമുക്ക് ഈ സപ്പോർട്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂയിലേക്ക് പോയി നോക്കാം. എന്താണ് വീക്കിലി ഇതിൻ്റെ ചാർട്ട് വ്യൂവിൽ പറയാനുള്ള കാര്യങ്ങൾ. വീക്കിലി ചാർട്ട് വ്യൂ എടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാകും. അതായത് വീക്കിലി കൃത്യമായിട്ട് നല്ല രീതിയിൽ കയറിയതിന് ശേഷം ഒരു കിതച്ച് നിൽക്കുന്നു. നല്ല രീതിയിൽ കയറി അതിനുശേഷം ഒരു കൺസോളിഡേഷൻ കിതച്ച് നിൽക്കുന്നു.
നമുക്ക്. അതിനുശേഷം ആ കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പോൾ ഇനി ഇത് അപ്സൈഡ് മുകളിലേക്കാണ് ഇതിൻ്റെ ഒരു നമുക്കൊരു ചാർട്ട് അനലൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. പക്ഷേ റിസ്ക് ഉള്ളത് കൊണ്ട് ഏത് സ്റ്റോക്കിൽ നമ്മൾ പറഞ്ഞ ആറാഴ്ചയിൽ നമുക്ക് SL ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇത് നമുക്കൊരു ബൈ എൻട്രിക്ക് പരിഗണിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ സ്റ്റോക്ക് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ആണ്. നമ്മൾക്ക് ഇപ്പോൾ കാണുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂ ആണ്. ഈ ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നമുക്ക് നോക്കിയാൽ അറിയാം കൃത്യമായ ഡബിൾ ടോപ്പ് ഫോർമേഷൻ ആണ് വന്നിട്ടുള്ളത്. ഡബിൾ ടോപ്പ് ഫോർമേഷൻ ആയിട്ട് വന്നിട്ട് ഒരു പുൾ ബാക്ക് ആണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ബൈ എൻട്രിക്ക് നമ്മൾ ഇത് പരിഗണിക്കുമ്പോൾ ഈ ടോപ്പിന് മുകളിൽ ഒരു ക്ലോസിങ് ഇൻട്രാഡേ ലെവലിൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലൊരു ബൈ എൻട്രി ഉള്ളൂ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയേ നിവൃത്തിയുള്ളൂ. അതായത് ഈ ഡബിൾ ടോപ്പിന് മുകളിൽ ഈ റേഞ്ചിന് മുകളിൽ അതായത് 368 മുകളിൽ ഒരു ക്ലോസിങ്, ഇതിന് ക്ലോസിന് ഒരു മുകളിൽ ഒരു ക്ലോസിങ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി പരിഗണിക്കാം ഇവിടെ. അതായത് 368 മുകളിൽ. പക്ഷെ അവിടെ നമ്മൾ ഒരു ബൈ എൻട്രി പരിഗണിച്ചാൽ നമുക്ക് കൃത്യമായ SL റേറ്റ് ഇവിടെയാണ് ഇതിൻ്റെ സപ്പോർട്ടായിട്ട് വരിക. ഇവിടെയാണ് സപ്പോർട്ടായിട്ട് വരിക എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തിരിഞ്ഞിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ എടുത്തിട്ട് തിരിഞ്ഞിട്ട് ഈ 368 മുകളിൽ ക്ലോസ് ചെയ്താലാണ് നമുക്കൊരു ബൈ എൻട്രി വരിക. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് താഴ്ന്നു ഇങ്ങനെയൊക്കെ വന്ന് ഇവിടെയൊക്കെ ട്രേഡ് ചെയ്തിട്ട് പിന്നെ 380 അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ റേഞ്ച് കട്ട് ചെയ്താൽ അവിടെ ഒരു ബൈ എൻട്രി നമുക്ക് പോസിബിൾ അല്ല. കാരണം അവിടെ നമ്മളെ ചാർട്ടിൻ്റെ സ്ട്രക്ചർ മാറുകയാണ്. നമ്മളിപ്പോൾ കറണ്ട് പൊസിഷനിൽ നിന്നാണ് പറയുന്നത്. അതായത് കറണ്ട് പൊസിഷനിൽ നിന്ന് ഇത് തിരിഞ്ഞിട്ട് ഈ റേഞ്ചിന് മുകളിൽ ക്ലോസ് ചെയ്താൽ ആണ് നമുക്ക് ഇവിടെ ഒരു ബൈ എൻട്രിയും ഈ ലെവലിൽ സ്റ്റോപ്പ് ലോസും വെക്കേണ്ടത്. പക്ഷേ ഇത് ഇവിടെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ താഴ്ന്ന് ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ ഇവിടുത്തെ സപ്പോർട്ട് ബ്രേക്കായി എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ വീണ്ടും അടുത്ത ബൈ എൻട്രി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ബൈ എൻട്രി ആവില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക, പ്രത്യേകം നോട്ട് ചെയ്യണം. അത് നമ്മൾ ഇപ്പോൾ കാണുന്ന പവർ ഗ്രിഡിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂവിലും നമ്മൾ ഈ പറഞ്ഞ റേഞ്ച് തന്നെയാണ് നമ്മളെ ബൈ എൻട്രി വരുന്നത്. അതായത് ഇതിന് മുകളിൽ ഒരു ക്ലോസ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബൈ എൻട്രി പരിഗണിക്കാവുന്നതാണ്. നമ്മുടെ അടുത്ത സ്റ്റോക്ക് JSW എനർജി. നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് JSW എനർജി എന്ന് പറയുന്ന സ്റ്റോക്കാണ്. JSW എനർജി എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് കയറാൻ പറ്റാത്ത നിൽക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, പക്ഷെ അത് കയറാനായിട്ട് സാധിച്ചില്ല. ഇവിടെ നമുക്ക് നോക്കിയാൽ 2 പ്രാവശ്യം റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടെ വീണ്ടും റെസിസ്റ്റൻസ് 3, ഇവിടെ 4, നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു അത്. പക്ഷേ അത് ബ്രേക്ക് ചെയ്ത് ഫെയിൽഡായി. എന്തുകൊണ്ട് ഫെയിൽഡായെന്ന് വെച്ചാൽ വോളിയം ഒന്നുമില്ല. അപ്പോൾ ആ ബ്രേക്ക് ഔട്ട് ഒരു വാല്യുവബിൾ ബ്രേക്ക് ഔട്ട് അല്ലായിരുന്നു, അതൊരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ഇനി ഇപ്പോൾ ഇത് നമ്മൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. കാരണം ഇതിൽ കുറേ നെഗറ്റീവ് ഘടകങ്ങളാണ് ചാർട്ട് നമ്മൾ ടെക്നിക്കൽ വെച്ച് നോക്കുമ്പോൾ ഇതിൽ കാണാനായിട്ട് സാധിക്കും. കാരണം ഇതിൽ നമുക്ക് നോക്കാം, ഇവിടെ ഒരു ചാനലിൻ്റെ ഉള്ളിലായിരുന്നു ഇത് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ആ ചാനൽ ബ്രേക്ക് ചെയ്തു. ഇൻട്രാഡേ ആണ് പറയുന്നത്. ഇൻട്രാഡേ ചാനൽ ബ്രേക്ക് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലായ ചാനൽ ബ്രേക്ക് ചെയ്തു. അപ്പോൾ വീണ്ടും ഇതൊരു കൺസോളിഡേഷനോ അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്കാണ് ട്രേഡ് ചെയ്യാനായിട്ട് സാധ്യത. അത് ഒന്നാമത്തെ നമുക്ക് ഇതിനെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൂടാതെ ബ്രേക്ക് ഔട്ട് ഇതിൻ്റെ ഫെയിൽഡായി. അത് രണ്ടാമത്തെ ഒരു കാരണമുണ്ട്. നമുക്ക് ഇതിനെ അവോയ്ഡ് ചെയ്യാനുള്ള കാരണങ്ങളിൽ രണ്ടാമത്തതാണ്. പക്ഷെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ ഒരു മേജർ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനൊരു സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇവിടെ. ആ റേഞ്ച് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇത് ഒരു മേജർ സപ്പോർട്ട് സോണാണ്. ആ സപ്പോർട്ട് സോൺ ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ ഇത് പിന്നെ താഴേക്ക് തന്നെയായിരിക്കും ഇതിൻ്റെ വ്യൂ. അതും പ്രത്യേകം മനസ്സിലാക്കേണ്ട. ഇവിടെ ഒരു ടച്ച്, ഇവിടെ ടച്ച്, ഇവിടെ 3 ടച്ച്, ഇവിടെ 4 പ്രാവശ്യം ടച്ച് ചെയ്ത ഏരിയയാണ്. അപ്പോൾ ഇവിടെ മേബി ചിലപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ടൊരു അപ്സൈഡിലേക്ക് പോകും, അല്ലെങ്കിൽ ഇവിടെ ടച്ച് ചെയ്ത് ഫാൾ ചെയ്ത് താഴേക്കാണെങ്കിൽ ഇത് പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട. തൽക്കാലം വെയിറ്റ് ആൻഡ് വാച്ച് ആ സിസ്റ്റത്തിലിടാം. അപ്പോൾ ഇതിൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച് ഇതിൽ മറ്റ് 2 സ്റ്റോക്കുകളിൽ നമ്മൾ പറഞ്ഞ ആ കണ്ടീഷൻസ് പരിപാലിക്കുക. അപ്പോൾ ഇത്രയുമാണ് പവർ സെക്ടറിലെ ഈ 3 സ്റ്റോക്കിനെ, മേജറായ 3 സ്റ്റോക്കിനെ കുറിച്ച് ഒരു അനലൈസേഷൻ വീഡിയോ
നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. കാരണം ഇങ്ങനെയൊക്കെ കണ്ടീഷൻസ് ഉണ്ട് ഇതിൽ, ഇതെല്ലാം ബ്രേക്ക് ചെയ്താൽ ഇങ്ങനെ വരും എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് നിങ്ങളെ വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.